Hi everyone, welcome back to Lifestyle. ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ എൻ്റെ ഈവനിങ് റുട്ടീനാണ് കാണിക്കുന്നത്. കൂടാതെ ഡിന്നർ റെസിപ്പിയും ഇതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. ഡിന്നറിന് ചെമ്മീൻ മക്രോണിയാണ് ആക്കിയിട്ടുണ്ടായത്. സോ ആ ഒരു റെസിപ്പിയും ഇതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. സോ ലെറ്റ്സ് സ്റ്റാർട്ട് മൈ ഈവനിങ് റുട്ടീൻ. ഇപ്പോൾ വൈകുന്നേരം ഒരു 5-5:30 മണിയൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് പുറത്തേക്ക് ഇറങ്ങാറ്. അപ്പോൾ ഇപ്പോൾ നല്ല വെയിലും നല്ല ചൂടൊക്കെ ആയതുകൊണ്ട് വൈകിയാണ് പുറത്തേക്ക് ഇറങ്ങാറ്. പുറത്തേക്ക് ഇറങ്ങിയാൽ ആദ്യം തന്നെ ചെടികൾക്കും കുറച്ച് പച്ചക്കറിയൊക്കെ ഉണ്ട്, അതിനൊക്കെ വെള്ളം ഒഴിക്കും. കുറച്ച് പഴുത്ത പച്ചമുളക് ഉണ്ടായിന്, അപ്പോൾ അതൊന്ന് പറിക്കുകയാണ്. കുറച്ച് വലിയ പച്ചമുളക് ഇത് കിട്ടിയത്. പിന്നെ ഇവിടെ തായിലായിട്ട് തന്നെ കുറേ മാങ്ങ കാണുന്നുണ്ട്. പഴുത്തിട്ട് കിട്ടിയ ഭാഗ്യം അധികം കൊത്തിക്കൊണ്ട് പോവുക ചെയ്യാം. ഫാത്തിയ മാങ്ങ പറിക്കാൻ നോക്കിയാണ്. നല്ല പഴുത്ത പേരൊക്കെ കിട്ടിയിട്ടുണ്ട്. ഭാഗ്യത്തിന് പക്ഷിയൊന്നും കൊത്തിയിട്ടില്ല, നല്ലോണം പഴുത്തിട്ട് തന്നെയാണുള്ളത്. അതുമ്മ ഫാത്തിക്ക് കഴുകി കൊടുത്തു. പിന്നെ ഫാത്തി കുറച്ച് സമയം പുറത്തുനിന്നൊക്കെ കളിച്ചു. പിന്നെ രാത്രിക്ക് ചെമ്മീൻ മക്രോണിയാണ് ആക്കിയിട്ടുണ്ടായത്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചെമ്മീൻ മക്രോണിനെ എങ്ങനെ ആക്കാൻ നോക്കാം. ഞാനിവിടെ ചെമ്മീൻ കഴുകി എടുത്തിട്ടുണ്ട്. നമുക്കിതൊന്ന് മാരിനേറ്റ് ചെയ്യാൻ വെക്കണം. ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടു. പിന്നെ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുത്തു. ഒരു 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുത്തു. പിന്നെ 1 സ്പൂൺ മുളക് പൊടിയും ചേർത്ത് കൊടുത്ത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുത്തു. എന്നിട്ട് ഒരു 5-10 മിനിറ്റെങ്കിലും മാരിനേറ്റ് ചെയ്യാൻ വെക്കാം. മക്രോണിക്ക് വേണ്ട പച്ചക്കറിയാണ് ഇതെല്ലാം. ഉള്ളി, തക്കാളി, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി ഒരാഴ്ചത്തേക്കുള്ളതൊക്കെ ഒരുമിച്ച് തൊലിഞ്ഞടിക്കുക ചെയ്യുന്നത്. ഇതുപോലെ വെള്ളത്തിലിട്ട് വെച്ചാൽ കണ്ണെരിയില്ല എന്നെല്ലാം പറയുന്നേക്കാം. ശരിയാണെന്ന് അറിയില്ല. മക്രോണിക്ക് വേണ്ട ഉള്ളി, തക്കാളിയൊക്കെ ഒന്ന് അരിഞ്ഞെടുത്തു. ഇത് ഇവിടെ തന്നെ പിടിച്ച തക്കാളിയാണ്, അതൊന്ന് നമുക്ക് മുറിച്ചെടുക്കാം. ഇതും ഇവിടെ പിടിച്ച പച്ചമുളക് തന്നെയാണ്. ഞാനിവിടെ വലുതായിട്ട് തന്നെ കീറി ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി ഇഞ്ചി, വെളുത്തുള്ളി ഒന്ന് ചതച്ചെടുക്കാം. മക്രോണി വേവിക്കാൻ ആവശ്യമായ വെള്ളം എടുക്കാം.
ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും ഇട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഞാനിവിടെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. മക്രോണി ഇങ്ങനെ ഒട്ടിപ്പിടിക്കാറുണ്ട് ചില സമയത്ത്, അതുകൊണ്ടാണ് ഇങ്ങനെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തത്. ഇത് അടച്ച് വെച്ച് നല്ലോണം തിളപ്പിച്ചെടുക്കണം. ഈ സമയം നമുക്ക് അതിൻ്റെ മസാല റെഡിയാക്കാൻ വേണ്ടിയിട്ട് ചെമ്മീൻ ആദ്യം പൊരിച്ചെടുക്കണം. അതിന് വേണ്ടി ഞാനിവിടെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുന്നുണ്ട്. ചെമ്മീൻ ഇട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നല്ലോണം ഫ്രൈ ആയി വന്നിട്ടുണ്ട്. നമുക്കിനി ഇത് മാറ്റി വെക്കാം. ഈ വെളിച്ചെണ്ണയിലേക്ക് തന്നെ, ഈ പൊരിച്ച് വെച്ചതിലേക്ക് തന്നെ ഞാൻ ഉള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ ഇതിൽ തന്നെയാണ് വഴറ്റിയെടുക്കുന്നത്. ഉള്ളിയും പച്ചമുളകും കൂടെ ചേർത്ത് കൊടുത്തു. അതൊന്ന് നല്ലോണം വഴറ്റിയെടുക്കാം. നല്ലോണം വഴറ്റി വരുന്ന സമയത്ത് നമുക്ക് മക്രോണി ഇട്ട് കൊടുക്കാം. വെള്ളം നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇത് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. ഇപ്പം നമ്മളെ ഉള്ളി നല്ലോണം ഒന്ന് വഴറ്റി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. പച്ചമണം ഒന്ന് മാറിയതിന് ശേഷം അരിഞ്ഞു വെച്ച് തക്കാളിയും കൂടെ ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച ചെമ്മീനും കൂടെ ഇട്ട് കൊടുത്ത് നല്ലോണം ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കുറച്ച് മല്ലിച്ചപ്പും കൂടെ ഇട്ട് കൊടുക്കാം. നമ്മുടെ മക്രോണി നല്ലോണം ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഊറ്റിയെടുക്കണം. ഇനി മസാലയിലേക്ക് കുറച്ചായി മക്രോണി ഇട്ട് കൊടുത്ത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ബാക്കിയുള്ളതോട് ഇട്ട് കൊടുത്ത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുത്തു. ഇനി ഇതിലേക്ക് ടൊമാറ്റോ സോസും സോയാ സോസും കൂടെ ചേർത്ത് കൊടുക്കണം. ഇത് ആദ്യം തന്നെ ചേർക്കുന്നതാണ് നല്ലത്. മസാല ആക്കിയ ഉടനെ ചേർത്താലാണ് നല്ലത്. ഞാൻ വിട്ടുപോയി, അതുകൊണ്ട് ലാസ്റ്റാണ് ചേർത്തിട്ടുണ്ടായത്. ശേഷം ഒരു 1-2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസും 1 ടീസ്പൂൺ സോയാ സോസുമാണ് ഞാനിവിടെ ചേർത്തത്. നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ട് അടച്ച് വെച്ച് ചെറിയ തീയിലിട്ടിട്ടൊന്ന് വേവിച്ചെടുക്കാം. നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ചെമ്മീൻ മക്രോണി റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അതിനുശേഷം നമ്മൾ ഡിന്നർ കഴിച്ചു.
സോ ദാറ്റ്സ് എൻ ടുഡേയ്സ് വ്ലോഗ്. എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, പ്രീവിയസ് വീഡിയോസൊക്കെ കാണാം, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.